ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡേ കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഫിഷ് മോളിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് ഫിഷ് മോളി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ മീൻ എടുത്തിട്ടുണ്ട്. മീൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ കിങ് ഫിഷാണ് എടുത്തിരിക്കുന്നത്. ആ ഫിഷ് ഒന്ന് മാഗ്നേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പ്ലേറ്റിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിതിൽ റെഡ് ചില്ലി പൗഡർ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു സ്പൂണോളം വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ വിനാഗിരിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ലെമൺ ജ്യൂസ് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച ഫിഷിൻ്റെ മേലെ നന്നായിട്ടൊന്ന് പുരട്ടി കൊടുത്തിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കൊക്കനട്ട് ഓയിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓയിലൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് മീനിൻ്റെ പീസ് അതിലേക്ക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഭയങ്കര ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. രണ്ട് സൈഡും കുറേശ്ശെ നേരെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമ്മളിത് ഫിഷിൻ്റെ കറിയിലിടുമ്പോൾ അത് പൊട്ടി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളിതുപോലെ ഒന്ന് ടൈറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ രണ്ട് സൈഡും തിരിച്ചും മറിച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഫിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാ പീസസ് ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ എല്ലാ പീസും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചട്ടിയിലേക്ക് ഞാൻ മീൻ വറുത്ത ഓയിൽ ബാക്കി വന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഒരു സ്പൂണോളം കൊക്കനട്ട് ഓയിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓയിലൊന്ന് ചൂടായി കഴിയുമ്പോൾ ഞാൻ അതിലേക്ക് 2 പീസ് പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 4 കറിയാമ്പൂ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3 ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 5-6 കുരുമുളക് മുഴുവനോട് കൂടിയുള്ള കുരുമുളകാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി അതിലേക്ക് ഇഞ്ചിയാണ് കേട്ടോ, നീളത്തിൽ കട്ട് ചെയ്തെടുത്ത ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നീളത്തിൽ കട്ട് ചെയ്തെടുത്ത വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് ഞാൻ ഗ്രീൻ ചില്ലി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് അവരവരുടെ എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചേർക്കാം കേട്ടോ. നമുക്ക് എരി കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. ഇതിപ്പോൾ നല്ല എരിവുള്ള മുളകാണ്. ഞാനൊരു 5-6 മുളക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ വേറെ എരിവിന് വേണ്ടിയിട്ട് വേറെ പൊടിയൊന്നും ചേർക്കില്ല. കുരുമുളകും ഈ ഗ്രീൻ ചില്ലി മാത്രമാണ് എരിവിന് വേണ്ടിയിട്ടുള്ളൂ. അപ്പോൾ അവരവരുടെ എരിവിനനുസരിച്ച് എരിവ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി അതിലേക്ക് ഞാനൊരു മീഡിയം സൈസ് സവാള ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ്. അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇട്ട് കൊടുത്ത സവാള ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം. ഭയങ്കര ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ സവാള വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടൈമിൽ നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അതിൻ്റെ പച്ചക്കുത്ത് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അടുത്തതായിട്ട് അതിലേക്ക് നാളികേരപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2-ാം പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1.5 കപ്പോളം 2-ാം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ കൂടെ തന്നെ ഞാൻ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞ തക്കാളിയാണ് കേട്ടോ. ഒരു മീഡിയം സൈസ് തക്കാളി വട്ടത്തിൽ അരിഞ്ഞത് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് കുറച്ചും കൂടി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ടൈമിൽ എരിവും അതുപോലെ തന്നെ ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇച്ചിരി കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീനിൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്തെടുത്ത എല്ലാ പീസസും ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ മേലേക്കും കൂടി കുറച്ച് ചാറൊന്നാക്കി കൊടുക്കുക. ആ ഗ്രേവിയൊക്കെ അതിൻ്റെ മേലെ ആവുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് മീനൊന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിലൊന്ന് ആക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കൊരു 2 മിനിറ്റ് ഇതൊന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്ന് കഴിയുമ്പോൾ ഇനി നമുക്കതിൻ്റെ മേലെ തക്കാളി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു മീഡിയം സൈസ് തക്കാളി വട്ടത്തിൽ അരിഞ്ഞെടുത്തതാണ് കേട്ടോ. ഇച്ചിരി കട്ടിക്ക് വട്ടത്തിൽ അരിഞ്ഞെടുത്ത തക്കാളി നമുക്കതിൻ്റെ മേലെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇത് ഇളക്കി കൊടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് കറക്കി കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാൻ നോക്കുക. അല്ലെങ്കിൽ അത് പെട്ടെന്ന് മീനിൻ്റെ പീസസൊക്കെ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സ്പൂൺ ഇട്ടിട്ട് ഭയങ്കരമായിട്ട് ഇളക്കാണ്ട് ചെറുതായിട്ട് സ്ലോ ആയിട്ടൊന്ന് ഇളക്കാൻ നോക്കുക. അപ്പോൾ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ മേലെ 1-ാം പാൽ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ 1-ാം പാൽ ഒരു കപ്പ് 1-ാം പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. കാരണം ചട്ടിയായ കാരണം തന്നെ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കാരണം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഞാനിപ്പോൾ 1-ാം പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്.
ഇനി അതിലേക്ക് ഞാനിപ്പോൾ 1 സ്പൂണോളം വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സ്പൂണിട്ട് ഇളക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാൻ നോക്കുക. അപ്പോൾ നമ്മുടെ ഫിഷ് മോളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഫിഷ് മോളി ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്